അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. നമ്മൾ ഇതുപോലുള്ള വാർത്തകളാണ് ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൂടാം, അല്ലാത്തവർക്ക് ബാക്കടിച്ചു പോകാം. സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകളാണ് നമുക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്ന് നമുക്ക് അറിയിക്കാനുള്ളത് 2 പേരുടെ മരണവിവരമാണ്. അതിൽ ഏറ്റവും നമ്മളെ വേദനിപ്പിച്ചത് വെള്ളിയങ്കോട് സ്വദേശിനി ബാഷിറ എന്ന 42 വയസ്സുകാരിയുടെ മരണമാണ്. അതിദാരുണമായ മരണം. ഈ ഒരു സഹോദരിയുടെ മരണവിവരം കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോകും. നമ്മുടെയൊന്നും ആരുമല്ലാഞ്ഞിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുമ്പോൾ അവരുടെ ഖബറിൽ അവർക്ക് സന്തോഷമുണ്ടാകും. പടച്ചറബ് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബാഷിറ എന്ന ഈ ഒരു സ്ത്രീ മരണപ്പെടുന്നത് അപകടത്തിലാണ്. അതിദാരുണമായ മരണം എന്ന് വെച്ചാൽ അതിദാരുണമായ മരണം. കണ്ടവരുടെയൊക്കെ ബോധം പോയ ഒരു മരണം. പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമീൻ. ഏറെ സന്തോഷത്തിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു ബാഷിറയുടെ. പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു വേദനയിലാണ് ഞാനും നിങ്ങളും ഇന്ന് പങ്കുചേരുന്നത്. ബാഷിറയുടെ ഭർത്താവാണ് പ്രവാസിയായ താനൂർ സ്വദേശി അബ്ദുൽ ജലീൽ. ഇവർക്ക് 2 മക്കളാണ്. അബ്ദുൽ ജലീൽ അങ്ങ് ഷാർജയിൽ നിന്നും നാട്ടിലെത്തിയതായിരുന്നു. കുറച്ച് ദിവസമേ ആയുള്ളൂ. ആ ഒരു കൊച്ചു കുടുംബം ഏറെ സന്തോഷത്തിലായിരുന്നു. ആ ഒരു സന്തോഷ നിമിഷത്തിൽ അവർ തീരുമാനിക്കുകയാണ് ഒരു 3 ദിവസത്തെ ടൂറ്. കുടുംബത്തോടൊപ്പം എല്ലാം മറന്ന് കളിച്ചിരികളുമായി ഒരു യാത്ര. അതായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ കേരളത്തിൽ നിന്നും കുടുംബസമേതം സ്വന്തം വാഹനമായ ഇനോവ കാറിൽ കാശ്മീരിലേക്കൊരു വിനോദയാത്ര. പറഞ്ഞതുപോലെ തന്നെ ഏറെ സന്തോഷമുള്ള കളിച്ചിരികളുള്ള ആ ഒരു യാത്ര. ആ ഒരു യാത്രയാണ് ഇന്ന് കണ്ണീരിലായത്. ഏറെ സന്തോഷത്തോടെ പോകുന്നതിനിടെ ഹരിയാനയിലെ ഫിറോസ്പൂരിയിൽ വെച്ചായിരുന്നു ഈ ഒരു അതിദാരുണമായ അപകടം സംഭവിക്കുന്നത്. ഷാർജയിൽ നിന്നും എത്തിയ ഭർത്താവിനോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യ ബാഷിറ ഇന്ന് വെറും ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം സഞ്ചരിച്ച ആ ഒരു ഇനോവ കാർ ഇവരുടെ മുന്നിൽ പോവുകയായിരുന്ന ട്രക്കിൻ്റെ പിറകിലേക്ക് ഇവരുടെ വാഹനം നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഇവരങ്ങോട്ട് പോയി ഇടിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വണ്ടി ഓട്ടുന്ന ഡ്രൈവർ ഉറങ്ങിയതാണ് ഈ ഒരു അപകടം നടക്കാനുള്ള സാധ്യത എന്ന് പോലീസ് പറയുന്നു. ഈ ഒരു അപകടത്തിൽ ഭാര്യ ബാഷിറ അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപകടത്തിൽ പരിക്കേറ്റത് ബാഷിറയുടെ ഭർത്താവ് അബ്ദുൽ ജലീൽ, പിന്നെ മക്കളായ ലാസിം അബുബക്കർ, മുഹമ്മദ് ഷാരിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിൽ അബ്ദുൽ ജലീലിൻ്റെ നിലയാണ് അതീവ ഗുരുതരമാണെന്നുള്ള വിവരം ലഭിച്ചത്. പടച്ചറബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ആ ആശുപത്രിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ഉറങ്ങിപ്പോയതാവാം ഈ ഒരു അപകടത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഈ അപകടം നടക്കുമ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്നത് ബാഷിറയുടെ മകൻ അബുബക്കറായിരുന്നു. ഉറങ്ങിപ്പോയതാവാം മുന്നേ പോയ ലോറിക്ക് പുറകെ ഇടിക്കുന്നത്. അതുതന്നെയാവും ഈ ഒരു അപകടം നടന്ന ഇവരുടെ ഇനോവ കാർ ആകെ തകർന്ന നിലയിലായിരുന്നത്രേ. ആ കാറിൽ നിന്നും ഇവരെ പുറത്തെടുത്തത് ഏറെ സാഹസികമായിട്ടാണ് ഇവരെ പുറത്തെടുത്തത്. അങ്ങനെ ഏറെ സന്തോഷത്തോടെ വിനോദയാത്ര പുറപ്പെട്ട ആ ഒരു കുടുംബം കണ്ണീരിലാണ്. ബാഷിറയുടെ മയ്യത്ത് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത്. ഇന്ന് ശനിയാഴ്ച രാവിലെ വിമാനമാർഗം നാട്ടിലെത്തിച്ച് ഉച്ചയോടെ വെള്ളിയങ്കോട് വെസ്റ്റ് മൊയ്തീൻ പള്ളിയിൽ കബറടക്കി. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരുപാട് മരണങ്ങൾ നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചതാണ്. സ്വന്തമായി ഒരു കാറുണ്ടെങ്കിൽ കുടുംബത്തെയും കയറ്റി ഒരു വിനോദയാത്ര പോകുന്നത്, അതും ദീർഘദൂരമുള്ള യാത്ര, വലിയൊരു സാഹസികം തന്നെയാണ്. അത് നമ്മൾ ഒഴിവാക്കുക. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർക്കല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ വാഹനം ഓടിച്ചു പോവുക എന്നത് വലിയൊരു സാഹസികം തന്നെയാണ്. പരിചയസമ്പന്നനായ ഡ്രൈവർക്ക് പോലും വലിയൊരു സാഹസികമാണത്. ഒരുപാട് കടമ്പകളുണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് ചിലർ രക്ഷപ്പെടുന്നു. ആരും ഇതുപോലൊരു സാഹസ്യത്തിന് മുതിരരുത്. പരിചയസമ്പന്നനായ നല്ലൊരു ഡ്രൈവറെ നിയമിക്കുക, എന്നിട്ട് ടൂർ പോവുക. ഈ ലോങ് ട്രിപ്പൊക്കെ പോവുക എന്നത് ഒരുപാട് അപകടക്കെണികളാണ് അവിടെയൊക്കെ. അതൊക്കെ തരണം ചെയ്ത് പോവുക എന്നത് വലിയൊരു റിസ്ക്കാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള യാത്ര പോകുമ്പോൾ സ്വർണവും പണവും കയ്യിൽ വെച്ച് യാത്ര പോവാതിരിക്കുക. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം എല്ലാവരും. വേറെ ഒരു മരണവാർത്ത, ഇവരുടെ മരണം നമ്മളൊക്കെ ഒരുപാട് കൊതിക്കുന്ന മരണമാണ്.
അവരുടെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുമെങ്കിലും എന്നാലും നമ്മുടെ മനസ്സിനൊരു സന്തോഷം നൽകുന്ന മരണമാണ്. ഖദീജ എന്ന ഈ ഒരു ഉമ്മയാണ് മരണപ്പെട്ടത്. ഹജ്ജിന് പോയതായിരുന്നു. ഹജ്ജ് തുടക്കമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിനു മുമ്പ് തന്നെ ഈ ഒരു ഖദീജ എന്ന ഈ ഒരു ഉമ്മ ഹജ്ജുകാരിയായി റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരു സത്യവിശ്വാസിയും സ്വപ്നം കാണുന്ന ആ ഒരു മരണം സാധ്യമായിരിക്കുകയാണ് ഖദീജ എന്ന ഈ ഒരു ഉമ്മക്ക്. 58 വയസ്സാണ്. കോട്ടപ്പാടം കണ്ടമംഗലം സ്വദേശിനിയാണ്. അസീസ് എന്ന ആളുടെ ഭാര്യയാണ് ഖദീജ എന്ന ഈ ഒരു ഉമ്മ. ഭർത്താവുമൊത്ത് ഹജ്ജിനായി പോയതായിരുന്നു. മക്കയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. എത്ര ആളുകളാണ് ഇതുപോലുള്ള മരണത്തിന് വേണ്ടി കൊതിക്കുന്നത്. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് മഅഫിറത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അപകടത്തിൽ മരണപ്പെട്ട ബാഷിറ എന്ന ആ ഒരു സഹോദരിയുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള ദാരുണമായ മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ നാളെ മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ മക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مولد أحمدي جاءت لمولده الشريف بشائر وخواريق العادات ليلة مولدي آيات والمعجزات كثيرة